വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും നമ്മൾ ഇന്ത്യക്കാർ ചിന്തിച്ചതാണ്, യെസ് ഇവന്മാർ എന്തായാലും കുറേ നേരം മുട്ടി നിൽക്കും, കാരണം അവർക്ക് അതിനുള്ളൊരു സ്കില്ലുണ്ട് ഡിഫൻസിനുള്ള. അത് ചെയ്യുന്ന വിചാരിച്ചു, അത് അക്ഷരാർത്ഥത്തിൽ അവർ നിറവേറ്റി എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ ക്ഷമ നശിച്ചു. ഇവരും ഭയങ്കര പ്ലാനിങ്ങോടുകൂടി ഫീൽഡൊക്കെ സെറ്റ് ചെയ്ത് ഓടി വന്ന് ബോൾ ചെയ്യുന്നു, ഇവന്മാർ ഡിഫെൻഡ് ചെയ്തു. ഡിഫെൻഡ് ലഞ്ച് കഴിഞ്ഞു, ടീ കഴിഞ്ഞു, ക്ഷമ നശിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ബൗൺസർ എറിയുന്നു, അങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നു. ഒന്നും അങ്ങനെ എഫക്റ്റ് ആവുന്നില്ല. ലാസ്റ്റ് ഇവർ ഒരു സന്തോഷം കാണാൻ ശ്രമിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളി അവസാനിക്കാൻ 15 ഓവർ ബാക്കിയുള്ളപ്പം ഇത്രയും നേരം ഡെഡിക്കേഷനോടുകൂടി കളിച്ച ജഡേജയുടെയും വാഷിങ്ടൺ സുന്ദറിൻ്റെയും സെഞ്ചുറി ഞങ്ങൾ കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ജഡേജ 90 എടുത്ത്, പിന്നെ വാഷിങ്ടൺ സുന്ദർ 80 ആയി നിൽക്കുമ്പോഴാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ വന്നിട്ട് കൈ കൊടുക്കുകയാണ്. ഓക്കെ ശരി ഓക്കെ, നിങ്ങൾ നല്ലോണം കളിച്ചു, സമനില, ഓക്കെ പോവാം. അപ്പോൾ ജഡേജ പറഞ്ഞു, ഇല്ല കുറച്ച് കഴിയട്ടെ, അതായത് ഞങ്ങൾ ഇത്രയും കളിച്ചില്ലേ, 15 ഓവർ കൂടി ഞങ്ങൾക്ക് കളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, പോയി ബോൾ ചെയ്യടാ. കാരണം അവർ അർഹിക്കുന്ന സെഞ്ചുറി തന്നെയാണ്. ഇത്രയും നല്ല രീതിയിൽ ഇന്ത്യ ഒരു കംബാക്കിൽ എത്തിച്ചപ്പോൾ, അതിനുവേണ്ടി അവർ ഡെഡിക്കേറ്റഡോട് കളിച്ചപ്പോൾ അവർ സെഞ്ചുറിക്ക് അടുത്തെത്തി ഏകദേശം. എല്ലാം 50, 60 ആണെങ്കിൽ പോയിട്ട് നോക്കാം. ഇത് ഒരാൾ 80, ഒരാൾ 90 ആയി, 2-3 ഓവറും കൊണ്ട് അവർ നേടും. അപ്പോൾ അത് മുടക്കി അതിൽ സന്തോഷം കാണാനായിട്ടുള്ള ഒരു സാഡിസമാണ് ഇംഗ്ലണ്ട് ശ്രമിച്ചത്. അതിന് സമ്മതിക്കാത്തതോടുകൂടി പിന്നെ ഇവർ ബോൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടുള്ള അറ്റാക്കിംഗ് ആയി ഇംഗ്ലീഷ് ബോളേഴ്സ്. അതായത് ജഡേജയോട് പറഞ്ഞത്, എടാ ഇനി ബോൾ ചെയ്യാൻ വരുന്നത് ഹാരി ബ്രൂക്ക്, ബെൻഡക്കറ്റൊക്കെ ആയിരിക്കും, നീ അവൻ്റെ ബോളിലാണോ സെഞ്ചുറി അടിച്ച് ആഘോഷിക്കാനൊക്കെ നോക്കുന്നത്? എന്തിനാണ് കളിക്കണേ? നമ്മൾ നേരത്തെ സെഞ്ചുറി അടിക്കാൻ പാടില്ല എന്നൊക്കെ സാക്ക് റോളി ഇങ്ങനത്തെ എല്ലാവരും ഇങ്ങനെ കളിയാക്കൽ, സ്ലെഡ്ജിങ്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ. ജഡേജ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇവന്മാർ അതുപോലെ ബോൾ ചെയ്തു, ഹാരി ബ്രൂക്ക് ഫുൾ ടോസ് കയറി, ഒരു മാന്യതയില്ലാത്ത കളി, അതൊരു മാന്യമായ ഒരു കളിയല്ല. ജഡേജ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഫുൾ ടോസ് ബോളി അടിച്ചു, 6, 2, 4 അടിച്ച് പുള്ളി സെഞ്ചുറി അടിച്ചു. പിന്നെ വാഷിങ്ടൺ സുന്ദറിൻ്റെ ഊഴമാണ്, അദ്ദേഹവും അടുത്ത 2 ഓവർ കൊണ്ട് സെഞ്ചുറി അടിച്ചു. മൈൻഡ് ചെയ്തില്ല. ഇവരിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. അവർക്കതല്ലേ പറ്റൂ. കാരണം കയ്യിൽ കിട്ടിയ ഒരു സാധനം ഇങ്ങനെ പോകുമ്പോഴേ അതൊരു അസ്വസ്ഥത തന്നെയാണ്. ഇന്നലത്തെ സമനില ഒരിക്കലും ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു സമനിലയല്ല, അത് വിജയമാണ്. പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇന്നലത്തെ സമനില ഒരു തോൽവിയാണ്.